നാം എല്ലാം ആദരിക്കുന്ന, സ്നേഹിക്കുന്ന കർത്താവ് സഹിച്ച പീഡനങ്ങളെക്കുറിച്ച് നമുക്ക് നല്ലൊരു വിവരണം സുവിശേഷകർ തരുന്നുണ്ട്. നാം അതെല്ലാം വായിച്ചു കേൾക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26, 27 അധ്യായങ്ങൾ കണ്ണു നനയാതെ നമുക്ക് വായിക്കുവാൻ സാധിക്കുകയും എത്ര പ്രാവശ്യം കർത്താവിൻ്റെ മുഖത്ത് തുപ്പി, കർത്താവിനെ അടിച്ചു, പരിഹസിച്ചു, അവിടുത്തെ വസ്ത്രങ്ങൾ ഊരി, അവിടുത്തെ തലയിലെ മുൾക്കിരീടം അടുപ്പിച്ചു, അദ്ദേഹത്തെ ഞാങ്ങണ കൊണ്ട് പിടിപ്പിച്ചു. ഇങ്ങനെ എല്ലാ വിധത്തിലും പരിഹസിക്കാവുന്ന രീതിയിലെല്ലാം പരിഹസിച്ച്, വേദനിപ്പിക്കാവുന്ന രീതിയിലെല്ലാം വേദനിപ്പിച്ച് അവിടുത്തെ അവരെ ശിക്ഷിക്കുകയാണ് ചെയ്തത്. എന്തിനാണ്? ആരെയാണ് ശിക്ഷിക്കുന്നത്? ജനങ്ങൾക്ക് ജീവൻ കൊടുത്തയാൾ, എല്ലാവരെയും സുഖപ്പെടുത്തിയാൾ, വിശപ്പുണ്ടായിരുന്നവർക്കെല്ലാം ആഹാരം കൊടുത്തയാൾ, നന്മ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നയാൾ, എല്ലാവരോടും ക്ഷമിക്കുവാൻ പറഞ്ഞയാൾ, സ്നേഹം മാത്രമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചയാൾ, എല്ലാ വിധത്തിലും നന്മയ്ക്ക് വേണ്ടി മാത്രം നിന്നയാൾ, ആരെയും ഉപദ്രവിക്കാതെ സ്നേഹത്തോടെ എല്ലാവരെയും കരുതിയാണ് അവരെ ശിക്ഷിച്ച് ഏറ്റവും ശക്തമായ രീതിയിൽ, അന്നത്തെ രീതിയിൽ അറിയപ്പെടാവുന്ന ഏറ്റവും ശക്തമായ രീതിയിലുള്ള ശിക്ഷയാണ് കൊടുത്തത്. കുരിശിന്മേൽ തറച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞ അവസാനത്തെ വാക്കുകൾ പോലും കർത്താവെ അവർ ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. അത്രയും സ്നേഹത്തോടെ, അത്രയും ക്ഷമയോടെ ജീവിച്ച ഒരാളെ, മരിച്ച ഒരാളെയാണ് അവർ ശിക്ഷിച്ചത്. പക്ഷെ എന്തുണ്ടായി? കുരിശ് ശക്തിയായിട്ട് മാറി, കുരിശ് വിജയമായിട്ട് മാറി, കുരിശ് പ്രതീക്ഷയായിട്ട് മാറി, കുരിശ് എല്ലാവർക്കും ശക്തി കൊടുക്കുന്ന ശക്തിയായിട്ട് മാറി. അവിടത്തേക്ക് എതിരായിട്ട് പ്രവർത്തിച്ചവരോ അവരെ ലോകം ഇന്ന് മത്സിക്കുകയാണ് ചെയ്യുന്നത്. യൂദയാധികാരികള്, പീലാത്തോസ്, ജനങ്ങൾ മുഴുവൻ ജനങ്ങളാൽ ഇന്ന് അപഹസിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ക്രിസ്തു മാത്രം ശക്തിയോടുകൂടി ഇന്ന് നിൽക്കുകയാണ്. കുരിശിന്റെ ശക്തി എത്ര അധികമാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കുകയാണ്. ലോകത്തിലെ പ്രശസ്തനായ ഒരു TV കോളംനിസ്റ്റ്, അദ്ദേഹമാണ് ആദ്യമായിട്ട് മദർ തെരേസയെ കുറിച്ച് പുസ്തകം എഴുതി. മദർ തെരേസയെ ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്ത് പ്രകാശിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ പേര് മാൽക്കം മക്ഡറിഡ്ജ് എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, എഴുത്തുകാരനായിരുന്നു, TV ജേർണലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു അവിശ്വാസിയായിരുന്നു. അവിശ്വാസിയിൽ നിന്ന് ക്രിസ്ത്യാനിയായി, ക്രിസ്ത്യാനിയിൽ നിന്ന് കത്തോലിക്കനായിട്ട് മാറിയ അദ്ദേഹം പറയാണ്, എന്റെ ജീവിതത്തിലെ നേട്ടങ്ങളെല്ലാം കുരിശുകൊണ്ടാണ് എനിക്ക് മുഴുവൻ സഹനമായിരുന്നു ജീവിതത്തിൽ. പക്ഷെ ആ സഹനമെല്ലാം എനിക്ക് നേട്ടമായിട്ട് മാറി. അങ്ങനെ ജീവിതത്തിലെ നേട്ടങ്ങൾ മുഴുവൻ കുരിശ് അദ്ദേഹത്തിന് കൊടുത്തു എന്ന് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാൻ സാധിക്കും, സഹനത്തിൽ കൂടി കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് എപ്പോഴും വിജയത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. നമ്മൾ വിദ്യാഭ്യാസം നേടിയാൽ അതിനെല്ലാം വേണ്ടി നമ്മൾ സഹിക്കണം. പക്ഷെ സഹനം നമുക്ക് അവസാനം വിജയമായിട്ട് മാറും. പക്ഷെ പരമോന്നത വിജയമായിട്ട് മാറുന്നത് ക്രിസ്തുവിന്റെ വിജയത്തിൽ നമ്മൾ പങ്കുചേരപ്പെടാം. ഞാൻ എൻ്റെ ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥി അവസരത്തിൽ ഓർക്കുകയാണ്. BSc മാത്തമാറ്റിക്സിന് പഠിക്കുന്ന ജോർജ് എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥി. അദ്ദേഹം ഹോസ്റ്റലില് ഞങ്ങളോട് താമസിച്ചിരുന്നു. മിടുക്കനായ വിദ്യാർത്ഥി, എല്ലാ വിധത്തിലും വളരെ സ്വഭാവശുദ്ധിയിലും എല്ലാം മിടുക്കനായ വിദ്യാർത്ഥി. അദ്ദേഹം നല്ല ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു. BSc മാത്തമാറ്റിക്സില് ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ കോളേജ് ചാപ്പലിലെ 5:30 കുർബാനയിലെ രാവിലെ 5:30 കുർബാനയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥി. ദിവസം ക്രിസ്മസ് അവധിക്ക് തൊട്ട് മുമ്പായിട്ട് വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ കുറച്ച് താമസിച്ചേ വരികയുള്ളൂ, കാരണം എൻ്റെ മുട്ടിൻ്റെ ഒരു വേദനയുണ്ട്, അത് നീക്കാനായിട്ട് ഞാൻ പോവുകയാണ്, ഡോക്ടേഴ്സിനെയൊക്കെ കാണുവാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ച് ബാസ്കറ്റ്ബോൾ കളിച്ചതുകൊണ്ട് ഉണ്ടായ എന്തെങ്കിലും പ്രയാസമായിരിക്കും ആ വിദ്യാർത്ഥിക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്ന് വിചാരിച്ച് ഡോക്ടേഴ്സിനെ എല്ലാം കണ്ടു. പിന്നീട് ജോർജ് വിളിച്ചു പറയുകയാണ്, ഞാൻ വെല്ലൂരിലേക്ക് പോവുകയാണ്. വെല്ലൂരിലേക്ക് പോയി, വെല്ലൂർ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു. അവിടെ നിന്നുകൊണ്ട് വളരെ തമാശയോടുകൂടി ഒരു എഴുതി ഞാൻ കോളേജിന്റെ ഹോസ്റ്റലിലെ നോട്ടീസ് ബോർഡിൽ ഇട്ടു. എല്ലാവരും ഇത് വായിച്ചു ചിരിക്കുകയൊക്കെ ചെയ്തു.
എല്ലാ ശേഷമാണ് അറിയുന്നത് അദ്ദേഹത്തിന്റെ ഒരു കാല് മുറിച്ചു കളഞ്ഞു എന്നാണ് ഹോസ്പിറ്റലിൽ വെച്ച്. തിരിച്ച് വീട്ടിൽ വന്ന ആ വിദ്യാർത്ഥിയെ കാണുവാനായിട്ട് ഞാനും അവിടുത്തെ സ്റ്റുഡൻസും എല്ലാം കൂടെ പോയി. അപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു എങ്ങനെ ഇവിടുത്തെ ആ വിദ്യാർത്ഥിയെ ഇത്രയും എല്ലാവരിലും കഴിവുള്ള ആളിനെ കാണുവാൻ സാധിക്കുമെന്ന് വിചാരിച്ച് വിഷമപ്പെട്ട് ആളെ വീട്ടിൽ ചെന്നു. പക്ഷെ ഞങ്ങളെ കാണുവാനായിട്ട് അദ്ദേഹം വന്നത് വളരെ സന്തോഷത്തോടുകൂടി എൻ്റെ ക്രച്ചസ് എല്ലാം പിടിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി വന്ന് വർത്താനം പറയുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം കുറച്ച് നാളുകൂടി കഴിഞ്ഞിട്ട് ഒരിക്കലും ഒരു വിളി വന്നു. ജോർജിനെ പഠിപ്പിച്ച അധ്യാപകരും അച്ഛന്മാരും എല്ലാം ജോർജിനെ കാണാൻ ചേരണമെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ആവശ്യപ്പെടുമെന്ന് മാതാപിതാക്കളെ ആവശ്യപ്പെട്ടു. അപ്പോഴ് ഞാനും വേറെ അധ്യാപകരോടെ ചെന്നു. അപ്പോൾ കാണുന്നത് ഹോസ്പിറ്റൽ കട്ടില് ജോർജ് സന്തോഷത്തോടെ കിടക്കുന്നു. സന്തോഷം എന്ന് പറഞ്ഞാല് മാനസികമായ ഒരു ശക്തിയിൽ ജോർജ് കിടക്കുന്നു. പക്ഷെ നെഞ്ചില് കുരിശുരൂപം വെച്ചുകൊണ്ടാണ് കിടക്കുന്നത്. അതിന്റെ ശ്വാസം വളരെ പ്രയാസപ്പെട്ടാണ് വിടുന്നത്. ഞങ്ങളോടെല്ലാം സ്തുതി പറഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം ഈ ലോകത്തോട് വിട പറഞ്ഞ് ജോർജിന് ശക്തി കൊടുത്തത് എന്തായിരുന്നു? അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾക്കെല്ലാം തോന്നിയത് കുരിശായിരുന്നു. ആ കുരിശിനെ സ്നേഹിച്ചുകൊണ്ട് അത് ഒരിക്കലും മരണത്തിലേക്ക് നയിക്കുകയില്ല, വിജയത്തിലേക്ക് മാത്രമേ കൊണ്ടുപോകുകയുള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് സന്തോഷത്തോടെ പോയ ഒരാളാണ് ജോർജ്. ആ ജോർജിന് ശക്തി കൊടുത്തത് ഈ നിരാശയുടെയും മരണത്തിന്റെയും പ്രതീകമായ കുരിശല്ലായിരുന്നു, ശക്തിയുടെയും വിജയത്തിന്റെയും കുരിശായിരുന്നു. ആ കുരിശാണ് നമ്മുടെ രക്ഷ. ആ കുരിശ് നമുക്കുള്ളിടത്തോളം കാലം ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഏതെല്ലാം രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായാലും, ഏതെല്ലാം രീതിയിലുള്ള കഷ്ടപ്പാടുകൾ ഉണ്ടായാലും, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപോയാലും, നമ്മുടെ കുടുംബത്തിൽ അനൈക്യം ഉണ്ടായാലും, നമ്മളെ ആരെല്ലാം പരിഹസിച്ചാലും നമ്മൾ ഒരിക്കലും പേടിക്കേണ്ടി വരികയില്ല. ഈ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. വിജയത്തിലേക്ക് പോയ കുരിശ് നമ്മുടെ ഉള്ളിലുണ്ട്. ആ കുരിശ് നമ്മുടെ നെഞ്ചെത്തിയാക്കി വെക്കുമ്പോൾ ആർക്കും നമ്മളെ ഉപദ്രവിക്കാനായിട്ട് സാധിക്കില്ല. എല്ലാ പരിഹാസങ്ങളും, എല്ലാ തിരിലുള്ള അഭ്യാസങ്ങളും, എല്ലാ തിരിലുള്ള നിന്ദനങ്ങളും നമുക്ക് അതിജീവിക്കുവാനായിട്ട് സാധിക്കും ഈ കുരിശിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ. ആ കുരിശാണ് നമ്മുടെ രക്ഷ, ആ കുരിശാണ് നമ്മുടെ പ്രതീക്ഷ, കുരിശാണ് നമ്മുടെ എല്ലാം ജീവിതത്തില്. അതിനെ ഒരിക്കലും വത്സിക്കരുത്. അത് നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ സ്വീകരിക്കണം. കർത്താവ് അങ്ങ് എന്നിലേക്ക് വരിക, അങ്ങ് എന്നിൽ സന്നിധനാകുക, അങ്ങയുടെ സാന്നിധ്യം എന്റെ ജീവിതത്തിൽ ഉദ്ദീപിപ്പിക്കട്ടെ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരു ശക്തി നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ കുരിശ ശക്തിയാണ് നമുക്ക്. ഒരിക്കലും കോളേജ് പ്രിൻസിപ്പൽസിനെ എല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ട് ഹൈന്ദവനായ ഒരു വൈസ് ചാൻസലർ പറയുകയുണ്ടായി. അവസാനത്തെ അദ്ദേഹത്തിന്റെ സന്ദേശത്തിന്റെ അവസാനം ഇതായിരുന്നു: ഞാനൊരു ഹൈന്ദവനാണ്, നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങളുടെ എല്ലാം വീട്ടില് ഒരു കുരിശ് രൂപം ഉണ്ടായിരിക്കും. നിങ്ങൾ കോളേജിലേക്ക് പോകുമ്പോൾ ആ കുരിശിനെ നോക്കിയിട്ടേ പോകാവൂ. അദ്ദേഹം പറഞ്ഞു, ഡൽഹിയിൽ നിന്ന് വന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, അങ്ങ് ക്രിസ്ത്യാനിയാണോ? ഞാൻ പറഞ്ഞു അല്ല, പക്ഷെ ക്രിസ്തുവിനെ ഞാൻ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കോളേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത അനുഭവങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷെ ഈ കുരിശിനെ കണ്ടുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളെ നേരിടുവാനായിട്ട് സാധിക്കും. ക്രിസ്തു കുരിശ് വിജയത്തിന്റെ ചിഹ്നമാണ്, സഹനത്തിന്റെ ചിഹ്നമല്ല. അത് നിങ്ങളെ രക്ഷിക്കും, നിങ്ങൾക്ക് ശക്തി തരുമെന്ന് ഹൈന്ദവനായ വൈസ് ചാൻസലർ പ്രിൻസിപ്പൽമാരോടുള്ള ആ യോഗത്തിൽ പറയുകയാണ്. ക്രിസ്തു നാമത്തിന്റെ ശക്തി അതാണ്. ക്രിസ്തു ഉള്ളിടത്തോളം കാലം, ക്രിസ്തുവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലുള്ളിടത്തോളം കാലം നമുക്ക് ഒന്നിനെ പേടിക്കേണ്ട ആവശ്യമില്ല. ലോകത്തിലെ പ്രസിദ്ധനായ സുവിശേഷ പ്രഘോഷകൻ ബില്ലി ഗ്രാം ലോകമെങ്ങും പോയി എല്ലായിടത്തും പ്രസംഗിച്ചിട്ടുണ്ട്. വളരെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത്, ആത്മകഥയുടെ അവസാന ഭാഗത്ത് എഴുതുകയാണ്: ഞാന് യാതൊന്നും പ്രതീക്ഷിക്കുന്നില്ല കർത്താവിൽ നിന്ന്. ഞാൻ ഇത്രയൊക്കെ ദൂര സ്ഥലങ്ങളിൽ പോയി ക്രിസ്തുനാഥനെ പ്രഘോഷിച്ചതുകൊണ്ടോ ജനങ്ങളുടെ മുമ്പിൽ ക്രിസ്തുവിനെ അർപ്പിച്ചതുകൊണ്ടോ ഒരു നേട്ടവും ഞാൻ നേടുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഒരു അവസാന വാക്ക് മാത്രം കർത്താവിൽ നിന്ന് കേട്ടാൽ മതി. ആ കടലോട് പറഞ്ഞ വാക്ക്, നീ ഇന്ന് എന്റെ കൂടെ പർദീസായിട്ടായിരിക്കും. അത്രയും താന്ന് അദ്ദേഹം പറയുകയാണ്.
ലോകമെമ്പാടും ക്രിസ്തുവിനെ പ്രഘോഷിച്ചാണ്. റഷ്യയിലും മറ്റുള്ള മറ്റു രാജ്യങ്ങളിലും എല്ലാം പോയി ക്രിസ്തുവിനെ പ്രഘോഷിച്ചാണ് പറയാണ്. എനിക്ക് ഈ ഒരു വാക്ക് മാത്രം കേട്ടാൽ മതി. കള്ളനായ എന്നെ, യാതൊരു വിലയില്ലാതെ എന്നോട് കർത്താവിന്റെ വാക്കുകൾ കേട്ടാൽ അത് മതി എനിക്ക് ജീവൻ കിട്ടാനായിട്ട്. നീ ഇന്ന് എന്നോടുകൂടി പ്രതീക്ഷയിലായി. ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരാളെ കർത്താവ് വിടുകയില്ല, കർത്താവ് അകറ്റുകയില്ല. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ 3-ാം അധ്യായത്തിൽ പറയുന്നത്, ലോകത്തെ രക്ഷിക്കുവാനായിട്ടാണ് ദൈവം തന്റെ പ്രിയപ്പെട്ട മകനെ അയച്ചത്. വലിയ പ്രശസ്തനായ ഒരു ഗ്രന്ഥകാരനുണ്ടായിരുന്നു, ആംഗ്ലിക്കൻ പ്രീസ്റ്റായിരുന്നു, പ്രൊട്ടസ്റ്റന്റ് പ്രീസ്റ്റായിരുന്നു. അതിനുശേഷം കത്തോലിക്ക സഭയിലേക്ക് വന്നു. കത്തോലിക്ക സഭയിലെ സമുന്നതനായ ഒരു എഴുത്തുകാരനായിട്ട് അദ്ദേഹം മാറി. അനേകം പുസ്തകങ്ങളും ലേഖനങ്ങളും ഒക്കെ വിശ്വാസത്തെ കുറിച്ച്. അദ്ദേഹത്തിന്റെ പേര് ന്യൂ ഹൗസ് എന്നാണ്. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന അവസരത്തില് അദ്ദേഹത്തിന്റെ ഫ്രണ്ട് യഹൂദനായ ഒരാൾ അദ്ദേഹത്തെ പിടിച്ച് പറഞ്ഞു, ഫാദർ, അച്ഛൻ പറയുന്നതെല്ലാം ഞാൻ വിശ്വസിക്കുന്നു, ഗോസ്പലിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വിശ്വസിക്കുന്നു, പക്ഷെ ഒരു കാര്യം മാത്രം എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. സ്നേഹവാനായ പിതാവ് എന്തിനാണ് മകനെ ഈ കുരിശുമരണത്തിന് വിട്ടുകൊടുത്തത്? അതെനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അദ്ദേഹം പറയുകയാണ്, എന്തുകൊണ്ടാണ് കർത്താവ് കുരിശുമരണം സ്വീകരിച്ചത്? ആളുകൾ ചോദിക്കും, വിശ്വാസമില്ലാത്ത പലരും പറയും, ഒരു വാക്കുകൊണ്ട് ഇത് മുഴുവൻ മാറ്റാൻ പാടില്ലായിരുന്നു. അന്ന് ആ കുരിശിന്റെ താഴെ നിന്ന് ജനങ്ങൾ തന്നെ പറഞ്ഞു, അവിടത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കാൻ പാടില്ല, തന്നെ രക്ഷിക്കാൻ പാടില്ല. പക്ഷെ പിതാവായ ദൈവത്തിന്റെ ആഗ്രഹം തന്റെ പുത്രന്റെ മരണം കാണിച്ചു കൊടുക്കണം. എന്തുമാത്രം പിതാവ് മനുഷ്യരെ സ്നേഹിക്കുന്നു, പിതാവായ ദൈവം മനുഷ്യരെ എത്ര അഗാധമായി സ്നേഹിക്കുന്നു. ഈ സ്നേഹത്തിൽ കൂടി, ഈ മരണത്തിൽ കൂടി മാത്രമേ ആ സ്നേഹത്തിന്റെ ശക്തി ജനങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. ഇത്രയധികം സ്നേഹത്തോടെ കർത്താവ് ദൈവം നമ്മളെ സ്വീകരിക്കുന്നെങ്കിൽ, ഇത്രയധികം സ്നേഹത്തോടെ നമ്മൾ ഓരോരുത്തരെയും കാത്തു സൂക്ഷിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുകയില്ല. ആ കുരിശ് നമ്മളോട് കാണിക്കുന്ന ഇതാണ്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം എപ്പോഴും കൂടി നിങ്ങളോടുകൂടി ഉണ്ട്. ഏതെല്ലാം അവസരത്തിൽ, ഏതെല്ലാം അപകടത്തിൽപ്പെട്ടാലും കർത്താവ് നിങ്ങളെ കൈവിടുകയും. ഈ ശക്തിയിൽ സംഭരിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്തുതി പറഞ്ഞുകൊണ്ട് നമുക്ക് എവിടെ നിന്ന് പോകാം? കുരിശ് സഹനമല്ല കാണിക്കുന്നത്, കുരിശ് വിജയമാണ്, കുരിശ് ദൈവത്തിന്റെ സാന്നിധ്യമാണ്, നമ്മുടെ വിജയമാണ്, നമുക്ക് സന്തോഷമാണ് കുരിശ് തരുന്നത്. ആ കുരിശിൽ നമ്മളെ അർപ്പിച്ചുകൊണ്ട് ദൈവം